ഷാരോൺ രാജ് വധക്കേസിൽ വധശിക്ഷ വിധി വന്നപ്പോൾ തന്നെ പലരും പറഞ്ഞത് ഒരു കാര്യമാണ്: ഈ ശിക്ഷയൊന്നും നടപ്പാവാൻ പോകുന്നില്ല. സത്യത്തിൽ വിധിക്കപ്പെട്ട വധശിക്ഷയിൽ എത്ര എണ്ണം നടപ്പായിട്ടുണ്ട്? കേരളത്തിൽ വധശിക്ഷ കാത്ത് എത്ര പേരാണ് നിലവിൽ ജയിലിൽ കഴിയുന്നത്? ഇന്ത്യയിൽ പ്രതിവർഷം വധശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. വധശിക്ഷ പ്രാകൃത ശിക്ഷാവിധിയാണെന്ന വാദം ആഗോളതലത്തിൽ ശക്തമാകുമ്പോൾ നമ്മൾ ആ ശിക്ഷാവിധിയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വധശിക്ഷയിൽ വിധിക്കപ്പെട്ട് കേരളത്തിലെ 5 ജയിലുകളിലായി കഴിയുന്നത് വിരലിൽ എണ്ണാവുന്നതിലും ഏറെയാണ്. 40 തടവുകാർ, അതിൽ ഗ്രീഷ്മയടക്കം 2 സ്ത്രീകൾ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഏറ്റവും അധികം തടവുകാരുള്ളത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാണ്. ആലപ്പുഴയിൽ രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട 15 പേർ ഉൾപ്പെടെ 23 പേരാണ് ഇവിടെയുള്ളത്. കണ്ണൂർ സെൻട്രൽ ജയിലിലും തൃശൂരിലെ വിയൂർ സെൻട്രൽ ജയിലിലുമായി നിലവിൽ 4 വധശിക്ഷാ തടവുകാർ വീതമുണ്ട്. പെരുമ്പാവൂർ ജിഷ കൊലക്കേസിലെ പ്രതി അമിറുൽ ഇസ്ലാം, ആലുവയിൽ 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അസ്ഫാഖ് ആലം എന്നിവരാണ് വിയൂർ സെൻട്രൽ ജയിലിലുള്ളത്. വിയൂർ അതിസുരക്ഷാ ജയിലിലും 2 പേർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരായിട്ടുണ്ട്. ചെങ്ങന്നൂരിലെ ഇരട്ട കൊലപാതക കേസിൽ ശിക്ഷിച്ച ബംഗ്ലാദേശി പൗരൻ ലബലു ഹസൻ, ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിലെ പ്രതി നിനു മാത്യു, ആസം സ്വദേശി പ്രദീപ് ബോറ, ഒരുമനയൂർ കൂട്ടക്കൊലക്കേസ് പ്രതി റെജികുമാർ, മാവേലിക്കര സ്മിത വധക്കേസ് പ്രതി വിശ്വരാജൻ, കോളിയൂർ കൊലക്കേസ് പ്രതി അനിൽകുമാർ എന്നിവരും വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുന്നവരാണ്. മുൻ പോലീസ് ഉദ്യോഗസ്ഥരും വധശിക്ഷ ലഭിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. പോലീസുകാർ പ്രതിയായ ഫോർട്ട് പോലീസ് സ്റ്റേഷൻ ഉരുട്ടി കൊലക്കേസിലാണ് ASI ജിതകുമാർ ശിക്ഷിക്കപ്പെട്ടത്. ഇതേ കേസിൽ വധശിക്ഷ ലഭിച്ച CPO ശ്രീകുമാർ ജയിൽവാസത്തിനിടെ ക്യാൻസർ ബാധിച്ച് മരിച്ചു. വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോഴും ശിക്ഷ നടപ്പാക്കുന്നത് അപൂർവമാണ്. കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പാക്കിയത് 34 വർഷങ്ങൾക്ക് മുമ്പാണ്. 1991 ജൂലൈ 6 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ചായിരുന്നു ശിക്ഷ നടപ്പാക്കിയത്. 14 പേരെ ചുറ്റിക കൊണ്ട് കൊലപ്പെടുത്തിയ റിപ്പർ ചന്ദ്രനായിരുന്നു കുറ്റവാളി. വധശിക്ഷയ്ക്കെതിരെ ചന്ദ്രൻ സുപ്രീം കോടതിയിൽ പോയെങ്കിലും ശിക്ഷ ശരിവെച്ചു. പിന്നീട് രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകിയതും തള്ളി. 1974 തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അവസാനമായ ഒരാളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത്. കളിയിക്കാവിള സ്വദേശിയായ അഴകേഷിനെയായിരുന്നു തൂക്കിലേറ്റിയത്. മിക്ക കേസുകളിലും മേൽക്കോടതി വധശിക്ഷ ഇളവ് ചെയ്യും, അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും സാധിക്കും. ഏറെ കോളിളക്കം സൃഷ്ടിച്ച കൊല്ലത്തെ വിധുകുമാരൻ തമ്പി വധക്കേസിൽ 2006 ഭാര്യ ബിനിതയ്ക്ക് കൊല്ലം ജില്ലാ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. പിന്നീട് ഹൈക്കോടതി അത് ജീവപര്യന്തമായി കുറയ്ക്കുകയായിരുന്നു. നിലവിൽ വിഴിഞ്ഞം മുല്ലൂർ സ്വദേശിയായ ശാന്തകുമാരിയെ മോഷണത്തിനായി കൊന്ന് ചാക്കിൽ കെട്ടി തട്ടിൻപുറത്ത് ഉപേക്ഷിച്ച കേസിലെ പ്രതി റഫീഖയാണ് വധശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിലുള്ള ഏക വനിത. അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് ഇവർ തടവുകാരിയായി കഴിയുന്നത്. ഷാരോൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മയെ സെൻട്രൽ ജയിലിൽ വനിതാ തടവുകാരെ ഉൾക്കൊള്ളാൻ സൗകര്യമില്ലാത്തതിനാൽ അട്ടക്കുളങ്ങര ജയിലിലാകും പാർപ്പിക്കുക. എന്തായാലും നിലവിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ഗ്രീഷ്മ. നിലവിൽ ജയിലിൽ കഴിയുന്ന 2 പേരുടെയും, അതായത് റഫീഖ ബീബിയുടെയും ഗ്രീഷ്മയുടെയും കേസിൽ വിധി പറഞ്ഞത് ഒരേ ന്യായാധിപനാണ് എന്നതും ശ്രദ്ധേയമാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗ്രീഷ്മയ്ക്ക് പരോളിന് അർഹതയുണ്ടാകില്ല. ജാമ്യത്തിനും സാധ്യത കുറവാണ്. അടിയന്തര ചികിത്സ വേണ്ട സാഹചര്യത്തിൽ മാത്രമാണ് വധശിക്ഷ ലഭിച്ചവർക്ക് ജാമ്യം കിട്ടുക. നിലവിലെ സാഹചര്യത്തിൽ 6 വർഷം കഴിയാതെ ഹൈക്കോടതി അപ്പീൽ പരിഗണിക്കാനും ഇടയില്ല. ജയിലിലെ മറ്റ് സ്ഥിരം തടവുകാരെ പോലെയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെയും പരിഗണിക്കുക. തടവുകാരുടെ സ്ഥിരം വസ്ത്രവും തിരിച്ചറിയൽ നമ്പറും നൽകും, ജോലിയും ഉണ്ടാകും. അപ്പീലുകളെല്ലാം തള്ളി വധശിക്ഷ ഉറപ്പായാൽ മാത്രമേ പ്രത്യേക സെല്ലിലേക്ക് മാറ്റാറുള്ളൂ. ഇങ്ങനെ മാറ്റിയിട്ടുള്ള പ്രതികളാരും കേരളത്തിലെ ജയിലുകളിലില്ല. വധശിക്ഷ നിയന്ത്രിക്കാൻ വേണ്ടി അപൂർവങ്ങളിൽ അപൂർവമെന്ന നിയമതത്വം സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരുന്നു. ബച്ചൻ സിംഗും പഞ്ചാബ് സർക്കാരും തമ്മിലുള്ള കേസിലായിരുന്നു ഈ വിധി പ്രസ്താവം. അപൂർവങ്ങളിൽ അപൂർവമായ കേസുകൾ നിർണയിക്കുന്നത് എങ്ങനെയെന്ന നിർവചനവും അന്ന് കോടതി നൽകി. കൊലപാതകം നടത്തിയ രീതി, കൊലപാതകിയുടെ ലക്ഷ്യം, കുറ്റകൃത്യത്തിന്റെ ഭീകരതയും സമൂഹവിരുദ്ധ സ്വഭാവവും, കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി, കൊലപാതകിയുടെ സ്വഭാവ സവിശേഷതകൾ എന്നീ 5 ഘടകങ്ങൾ പരിഗണിച്ച് വേണം വധശിക്ഷ പുറപ്പെടുവിക്കാനെന്നാണ് സുപ്രീം കോടതിയുടെ വിധി. ഇതനുസരിച്ച് ഗ്രീഷ്മയുടെ കേസിൽ വധശിക്ഷ നിലനിൽക്കുമോ എന്നതിൽ സൂക്ഷ്മമായ നിയമപരിശോധന അനിവാര്യമാകും. സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഗ്രീഷ്മയുടെ വധശിക്ഷാ വിധിയിൽ അടിസ്ഥാനമാക്കിയത്.
അതിനാൽ ഈ പരിഗണനകൾ മേൽക്കോടതികളിൽ വാദങ്ങളായി ഉയർന്നുവരും. കീഴ്ക്കോടതികൾ വ്യാപകമായി വിധി പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിലും കേസുകളുടെ സൂക്ഷ്മ പരിശോധനയിൽ സുപ്രീം കോടതി പലപ്പോഴും വധശിക്ഷ ശരിവെക്കാറില്ല. ദേശീയ നിയമ സർവകലാശാല കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്ത് വധശിക്ഷ കാത്തുകിടക്കുന്നത് 561 പേരാണ്. 2023 ഡിസംബർ 31 വരെയുള്ള നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളും വിവിധ സംസ്ഥാനങ്ങളിലെ കേസുകളും വിലയിരുത്തി പുറത്തുവിട്ടതാണ് ഈ വിവരം. എന്നാൽ കീഴ്ക്കോടതികൾ വിധിച്ച 7 വധശിക്ഷാ കേസുകൾ മാത്രമേ കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ സുപ്രീം കോടതി ശരിവെച്ചിട്ടുള്ളൂ. 2023 6 പേരെ വിട്ടയക്കാനും സുപ്രീം കോടതി വിധിച്ചിരുന്നു. വധശിക്ഷാ കേസുകളിൽ 2 ദശകങ്ങൾക്കിടയിലെ രാജ്യത്തെ ഏറ്റവും വലിയ കണക്കാണ് ദേശീയ നിയമ സർവകലാശാല പുറത്തുവിട്ടത്. 5 വർഷമായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നവരുടെ എണ്ണം ഓരോ വർഷവും കൂടി വരുന്നതായി ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2019 378, 2020 404, 2021 490, 2022 541, 2023 561 എന്നിങ്ങനെയാണ് 5 വർഷത്തെ കണക്ക്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ പേർ, 119 പേർ. ഗുജറാത്ത് 72, മഹാരാഷ്ട്ര 41, ജാർഖണ്ഡ് 39, മധ്യപ്രദേശ് 30, ഹരിയാന 28, കർണാടക 25 എന്നിങ്ങനെയാണ് തൂക്കുകയർ കാത്തുകിടക്കുന്നവർ കൂടുതലുള്ള മറ്റ് സംസ്ഥാനങ്ങൾ. 2023 വരെയുള്ള ഔദ്യോഗിക കണക്കിൽ കേരളത്തിൽ വധശിക്ഷ കാത്തിരിക്കുന്നവർ 23 പേരാണെങ്കിലും ഇപ്പോഴത് 40 ഉയർന്നു.